ഈ പറഞ്ഞു നിങ്ങള് കണ്ടില്ലേ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, കല്യാണം കഴിക്കൂ. എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. മറുപടി കേട്ടപ്പോ ഇവളടുത്ത് എത്തിയപ്പോ ഇവള് സാധാരണ നേരെ ബൈക്ക് മറ്റേ വിട് പറയും. പക്ഷെ അന്ന് വല്ലാത്തൊരു നാണം കുടിക്കാൻ നടത്തും, ഒരു ചിരിയും. അപ്പം നമുക്ക് കല്യാണത്തിന്റെ മാലെടുത്ത് പുറത്തേക്ക് മീൻ തിന്നാ മുള്ളു ബാക്കി, ഇറച്ചി തിന്ന എല്ല് ബാക്കി, നീ പോയ ഞാൻ ബാക്കി. ഓർമ്മയുടെ കടലോരത്ത് ഓളം തുള്ളുന്ന തീരത്ത് ഓർമ്മയ്ക്ക് സ്ഥാനമുണ്ടെങ്കിൽ അതെന്റെ റിനു മാത്രം. വയലാർ എഴുതുമോ ഇതുപോലെ? Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഹായ് ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ ആൻഡ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ ഒരുപാട് ഞെട്ടിച്ച ഒരു കപ്പിളാണ്. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു റിനു ആൻഡ് നജു. നമസ്കാരം. നമസ്കാരം. ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് കല്യാണം കഴിഞ്ഞിട്ട്, അല്ല ഐ മീൻ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് അല്ലേ? ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. ഓ സന്തോഷം, എനിക്ക് എന്നത് എടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. എനിക്കും തന്റെ മുന്നിൽ ഇരിക്കാൻ പറ്റിയില്ല. അത്രക്കത് വേണം. വലിയൊരു ഫാനാ സത്യം. ഓക്കെ, അപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ എല്ലാരും ഭയങ്കര ഞെട്ടിയിരിക്കാണ്. എന്നുവെച്ചാ ശരിക്കും നിങ്ങൾ ഒന്നാമത് ആ പ്രാങ്ക് കോള് ഭയങ്കര വൈറലായി, അതില് നിങ്ങൾ രണ്ടാളും സെറ്റ് ആവുന്നു, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു. ശരിക്കും എങ്ങനെ, എന്നാലും എങ്ങനെ എന്റെ പൊട്ട ഇതെങ്ങനെ സാധിച്ചു? അതല്ലേ ഇവള് ഇന്നലെയും കൂടി ചോദിച്ചിട്ടുള്ളൂ രാത്രി, നമ്മളെപ്പോ എങ്ങനെ കല്യാണം കഴിച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യോ? അങ്ങനെ മൊയിന്തടിച്ച് നടന്ന രണ്ടാണ് ബീച്ചിലോട്ട് തെണ്ടി തിരിഞ്ഞത്. കോഴിക്കോട് ഫ്രണ്ട്സ് അല്ലേ, 7 വർഷം ഫ്രണ്ട്സ് ആയിരുന്നു. 7 വർഷം ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, അപ്പൊ അങ്ങനെ തെണ്ടി തിരിഞ്ഞ് പെട്ടെന്ന് ഞാൻ ഗൾഫ് പോയിടയിൽ വന്നു. തിരിച്ചു വരുമ്പോ ബീച്ചില് പിന്നെ പണിയൊന്നുമില്ലല്ലോ, ബീച്ചിൽ എല്ലാരും വായി നോക്കണം. അന്ന് അവള് ഫ്രണ്ടാ. അപ്പൊ വെറുതെ ഇരിക്കുമ്പോ ടിക്ടോക്ക് മലയാളി എന്ന് പറഞ്ഞ ചാനലുണ്ട്, അവര് വന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ടിനെ പ്രാങ്ക് ചോദിച്ചു. ചലഞ്ച് ഒന്നും അക്സെപ്റ്റ് ചെയ്യല്ലോ, ചോര തിളപ്പല്ലേ. ഓഫ് കോഴ്സ് ഞാൻ വിളിച്ചു. ഞാൻ വിളന്ന് പ്രതീക്ഷ മറുപടി ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. കറക്റ്റ് നജുവിനെ തന്നെ വിളിക്കാൻ തോന്നിയത് എന്തുകൊണ്ടാ? ഒന്നേ ഉള്ളൂ, ഒറ്റ ബെസ്റ്റ് ഫ്രണ്ട്. ഈ കടൊക്കെ ചോദിച്ചാൽ എപ്പോഴും തരുന്നൊരു ബെസ്റ്റ് ഫ്രണ്ടില്ലേ, അതായിരുന്നു. അങ്ങനെ വിളിച്ചപ്പോ ഞാൻ മറുപടി ചോദിച്ചാൽ വെച്ച് പോകുന്നു, വേറെ പണിയുണ്ട്. അങ്ങനെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ മനസ്സിൽ ഇഷ്ടമെന്നുള്ള സാധനയെ വെച്ചില്ല. മറുപടി കേട്ടപ്പോ ഫാന്റസി വേൾഡിലൊക്കെ ഒറ്റ പോക്കണ്ട്. നജു ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് എന്താ വിചാരിച്ച? പ്രാങ്ക് ആണെന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചായിരുന്നോ? ചെറുതായിട്ടൊരു കോമഡിയാന്ന് വിചാരിച്ചു. കാരണം ആ വീഡിയോ കണ്ടപ്പോ നജു ആദ്യം തന്നെ ചോദിക്കണ എന്താണെന്നറിയോ, കഴിഞ്ഞാന്ന് ചോദിക്കണേ. അപ്പൊ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ പ്രാങ്ക് ആക്കുമ്പോഴാണല്ലോ നീ പറഞ്ഞ കഴിഞ്ഞു, അപ്പൊ കഴിയുമ്പോ പറയാന്നൊക്കെ പറയണ പോലെ. അപ്പം ശരിക്കും ഇത് പ്രാങ്ക് ആണെന്ന് വിചാരിച്ചായിരുന്നു? അങ്ങനെ വിചാരിച്ചിട്ടില്ല. ചുമ്മാ വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും പറയാന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞു പോയത്. ഓക്കെ, ഈ പ്രപ്പോസലൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അന്ന് തന്നെ കണ്ടോ? അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായേ? അന്ന് കണ്ടിട്ടില്ല. അതിന്റെ പിറ്റേന്ന് സാധാരണ വീട്ടിൽ കാക്കി കൊടുക്കില്ല ലേറ്റ് ആകുമ്പോ, അതിന്റെ പിറ്റേന്ന് കാണുമ്പോ ഈ ബൈക്ക് എത്ര വിട്ടിട്ട് അവിടെ എത്തുന്നില്ല. ഒരു പ്രത്യേക ഒരു എത്ര വീട്ടിലെത്തുന്ന റിയാലിറ്റിയാ. അങ്ങനെ ഇവളടുത്ത് എത്തിയപ്പോ ഇവള് സാധാരണ നേരെ ബൈക്ക് മറ്റേ വിട് പറയും. പക്ഷെ അന്ന് വല്ലാത്തൊരു നാണം കുടിക്കാൻ നടത്തും, ഒരു ചിരിയും. കല്യാണം കഴിഞ്ഞപ്പോ റെസ്പെക്ട് കൂടി. ഫ്രണ്ട്ഷിപ്പ് റെസ്പെക്റ്റിലേക്ക് പോയി. ഇഷ്ടമല്ല, കാരണം ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്ന ഏറ്റവും നല്ലേ. ഇതൊരുമാതിരി പക്ഷെ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഇങ്ങനെ റെസ്പെക്ട്. ചിലരൊക്കെ റെസ്പെക്ട് ചോദിച്ചു വാങ്ങാനൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ റെസ്പെക്ട് വേണ്ടെന്നൊക്കെ പറയണത് ആദ്യമായിട്ടായിരിക്കും. ഒരു കാന്ന് വിളിച്ചത് എനിക്ക് എന്ത് കൂടാനും കുറയാനും ഒന്നും പോകണമെന്നില്ല. സ്നേഹമുള്ള സാധനം അവിടെ ഉണ്ടായാൽ മതി. ഇടയ്ക്ക് ഇങ്ങനെ സാമ്പത്തികമായിട്ട് സഹായിച്ചാലും മതി, ജോലിക്ക് പോകണ്ടല്ലോ. അതിലൊക്കെ റെസ്പെക്ട് ഭയങ്കര ഇഷ്ടമാട്ടോ അല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി ഒരുമിച്ച് പഠിച്ചതാണോ? എങ്ങനെയാ? പിന്നെ ഈ പറഞ്ഞു നിങ്ങള് കണ്ടില്ലേ? അത് എൻ്റെ ഒരു ഫ്രണ്ടുള്ള റിലേറ്റീവാ. അപ്പൊ കല്യാണത്തിന് പോയപ്പോ നമുക്ക് ചെറിയ മക്കളെ കൊഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ സ്വന്തമായിട്ട് ഇല്ലാത്തോണ്ട് നമ്മള് വല്ല കൊച്ചിനെ വെച്ച് കൊഞ്ചിക്കും. അല്ല, ഇത് പറയുമ്പോ അങ്ങനെയാണല്ലോ. അങ്ങനെ കുട്ടീനെ ഓളും എടുക്കാൻ വന്ന് ഞാനും എടുക്കാൻ വന്ന്. അപ്പൊ രണ്ടാളും കൂടി കുട്ടീനെ എടുത്ത് ഓൾ അറ്റാക്ക് ചെയ്ത്. അപ്പൊ ചിരിച്ച് സംസാരിച്ച് നല്ല ഫ്രണ്ട്സായി. സ്പാർക്ക് അല്ല, ജസ്റ്റ് കോമഡി, ഒരു തഗ്ഗടിച്ചിട്ട് ഈ കുട്ടീനെ ഞാൻ എടുക്കുമ്പോ കുട്ടീനെ അങ്ങോട്ട് ഇങ്ങോട്ട് കളിപ്പിച്ചിട്ട് തമാശ പറഞ്ഞ് ഇഷ്ടമൊന്നും അപ്പൊ തോന്നിയില്ല. പിന്നെ ഫ്രണ്ടായി, ബെസ്റ്റ് ഫ്രണ്ടായി.
അങ്ങനെ അങ്ങനെ പിന്നെ എല്ലപ്പോഴും വിളിക്കും, എന്താവശ്യത്തിനും വിളിക്കും. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സായി. അപ്പൊ ഈ 7 വർഷം ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഒരിക്കൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഇഷ്ടം പോലും തോന്നിയിട്ടില്ല? അത് ശരിയല്ല. തോന്നിയിട്ടില്ല? ഇല്ല 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 ഇല്ല. തോന്നിയിട്ടില്ലേ? ഇല്ല. പക്ഷെ അപ്പൊ എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തപ്പോ അപ്പൊ തന്നെ? അത് ഞാൻ ചോദിച്ചു. അപ്പൊ വീട്ടിൽ നിന്ന് കല്യാണം നോക്കുന്നുണ്ട്, ആ പ്രഷർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ചൂസ് ചെയ്തത്. കാരണം ഇന്നെ അറിയുന്ന ഒരാൾ കല്യാണം കഴിച്ചാൽ അത്ര അടിപൊളിയല്ല എന്ന് വിചാരിച്ചിട്ട് ആ കറക്റ്റ് ടൈമിലാണ് ദൈവദൂതനെ പോലെ ടിക്ടോക്ക് മലയാളി വരുന്നതും കോള് വരുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതും വിളിക്കുന്നതൊക്കെ ഒരു നിമിത്തം എന്ന് പിന്നീട് ഞാൻ ചിന്തിച്ചു. ഇപ്പൊ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ട് പോകും. റിനു പ്രപ്പോസ് ചെയ്തപ്പോ അപ്പൊ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയത് ലൈക്ക് ഒരു പ്രാങ്ക് കോളിലാണ്. അപ്പം എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്യാം? സാധാരണ നമ്മളിപ്പോ ഒരാൾ പ്രപ്പോസ് ചെയ്യുമ്പോ ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറെ നാള് പുറകെ നടക്കുന്നതാണല്ലോ അതിന്റെ ഒരു കോഴിക്കോട് ഇത്രയും നല്ല ചെക്കനൊക്കെ വേറെ കിട്ടാണ്ടോ? രണ്ടും കൽപ്പിച്ച് പറഞ്ഞതാണ്. ആണോ? എന്തായാലും നെഗറ്റീവ് അറിയില്ലെന്നറിയാം. പക്ഷെ അത് ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നല്ലോ. അങ്ങനെയാണ് ഓഫീസിൽ എത്തിയപ്പോഴാണ് ഓഫീസിൽ കുറെ കുട്ടികൾ പറയുന്നത് ഇങ്ങനെ. പിന്നീട് അതുവരെ റിനു പറഞ്ഞിട്ടില്ല എന്നോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അത് പറഞ്ഞിട്ട് പോണ്ട വിചാരിച്ച്. അതെ, ഏതായാലും ലോട്ടറി കിട്ടി, വെറുതെ കീറണ്ടല്ലോ, വേറെ മറച്ചു വെച്ച്. അപ്പം ഈ വീഡിയോ വഴിയാണോ നിങ്ങളുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞത്? അതെ. എന്നിട്ട് വീട്ടിലറിഞ്ഞിട്ട് വീട്ടുകാരുടെ ഒരു ഇതെങ്ങനെയായിരുന്നു? ഒന്നും പറയില്ല. ഞാൻ അവരോട് പറഞ്ഞു ഇത് വീട്ടുകാരെ ഏതായാലും പ്രഷർ ആവും. ഇത് പല വീഡിയോയില് നാജുവിന്റെ പേരൊന്നും പറയണില്ല ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇവള് കൊളാബ് ചെയ്ത് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഞങ്ങൾ സെറ്റ് ആയി തന്നിട്ട് ഈ നാട് മൊത്തം കണ്ടപ്പോ ഒരു വീട്ടുകാർക്കൊന്നും പറയില്ലല്ലോ. വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടായിരുന്നോ? വേണ്ട സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടാവും. പിന്നെ ഒരിനെ പറ്റി അന്വേഷിച്ച് ഇന്നെ കണ്ടപ്പോ പിന്നെ ഇത് നല്ലൊരു ചെക്കൻ കാണാൻ മൊഞ്ചുള്ളൊരു ചെക്കൻ, ഇത്തിരി പക്വതൊക്കെ ഉണ്ട്. കണ്ടപ്പോ വേറെ രസം തോന്നി. പിന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് തീരെ ഇല്ലാത്തോണ്ട് ഒരു ബാങ്ക് കെട്ടിച്ചെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു കോൺസെപ്റ്റ്സ് ഉണ്ടാവും. നമ്മുടെ പാർട്ട്ണറിനെ പറ്റി ഒരു കോൺസെപ്റ്റ്സ് ഉണ്ടാവായിരിക്കും. അപ്പം ശരിക്കും റിനു അല്ലേ, രണ്ടുപേരുടെ പേര് മാർക്കണോ? റിനുവിന്റെ യോസ എന്താ രണ്ടുപേരുടെയും പേരിൽ കാണണല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അരുൺ കൃഷ്ണ. അപ്പൊ ഓന് ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ചേ ZGC. പിന്നെ വേറെ അടുത്തുണ്ട് ഓന് കിക്ക് ബോക്സിങ് UFC എന്ന് പറഞ്ഞ എന്തോ ഇതില്ലേ, റിനു UFC. അപ്പൊ ഞാൻ എന്റെ പേര് മാത്രം റിനു ഇല്ലല്ലോ. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ കമന്റ് ബോക്സ് പോലെ ഓസ നല്ല പേരാണല്ലോ റിനു ഓസ. അങ്ങനെയാണ് ഈ ഓസയിലേക്ക് പേരിട്ടത്. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ നജുവിന്റെ പേരും അങ്ങനെയാണ്. ഞാൻ ചില വീട്ടുപേരോ അങ്ങനത്തെ എന്തെങ്കിലും ചില ആൾക്കാർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അത് ബ്രാൻഡാക്കി മാറ്റി. ഓക്കെ, അപ്പൊ നമ്മളാണെങ്കിൽ പറഞ്ഞല്ലോ നമുക്കാണെങ്കിൽ പാർട്ട്ണറിനെ പറ്റി ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുമായിരിക്കും. എന്തായിരുന്നു ശരിക്കും റിനുവിന്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? ജോലിക്ക് പോവാതെ എന്നെ നോക്കണം, എന്നെ ജോലിക്ക് വിടാൻ പാടില്ല. വീട്ടിലിരുന്നിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്തോടെ ഞാൻ ഭക്ഷണം നല്ലോണം കഴിക്കും, പുറത്തു പോകും, അങ്ങനെ വേണ്ട ജോലികളൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റൂല. അത് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഗൾഫ് നിർത്തിയിട്ട് ബീച്ചിൽ വന്ന് ഇരിക്കുമ്പോ തന്നെ എന്താണ് ജോലി ചെയ്യാതെ എങ്ങനെ ജീവിക്കാം, അതായിരുന്നു ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ടിക്ടോക്ക് മലയാളി വന്നത്. സക്സസ് ആയി. എന്നിട്ട് ഇതിന് ശേഷം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടിക്ടോക്ക് മലയാളിനെ കണ്ടായിരുന്നോ? പിന്നെ നല്ലൊരു ഫ്രണ്ടാ, നല്ലൊരു ഫ്രണ്ടാ. ഇപ്പൊ ഇവള് ബെസ്റ്റ് ഫ്രണ്ട് പോയതിന് ശേഷം അവനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി. ആരെങ്കിലൊക്കെ വേണമല്ലോ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്. അപ്പൊ അവനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി. അടിപൊളി. അശ്വിനും പിന്നെ അതുപോലെ സജിത്തും, ഇവർ രണ്ടുപേരും ഇപ്പൊ നല്ല കമ്പനിയാണ്. ഓക്കെ, നാജുവിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയായിരുന്നു? എന്താന്ന് വെച്ചാല് ഭയങ്കര നാടാണല്ലോ. ഇൻവേർട്ടർ ആണോ? ഇന്നോടില്ല, ബാക്കിയുള്ള എല്ലാവരും ഇൻവേർട്ടർ. പക്ഷെ നിങ്ങൾ രണ്ടാളും, റിനു ആണെങ്കിൽ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണ്, നാജു ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊരു വൈബ് സെറ്റ് ആയി പോകുന്നത്? നേരെ മറിച്ച് നമ്മൾ ഈ രണ്ടു കൊല്ലം പ്രേമിച്ചില്ലേ, ഫോണാണ്ട് ചെവി വെച്ചാല് നമ്മള് മെൻ വിൽ ബി മെൻ അത് കേട്ടിട്ടുണ്ടോ? വീഡിയോസ് കണ്ടിട്ടുണ്ടോ? അതേപോലെ മൂളി കൊടുത്താൽ മതി. അതങ്ങനെ പറയും. രാവിലെ 8 മണിക്ക് നീറ്റ് കഴിഞ്ഞാൽ രാത്രി 12 മണിയാക്കി കിടക്കുന്ന സമയം പറഞ്ഞിട്ട് ശരി എന്നായിക്കോട്ടെ, അസ്സലാമു അലൈക്കും, ബാക്കി നാളെ പറയാം. പക്ഷെ വേറൊരാളോട് സംസാരിക്കുകയാണെങ്കിലോ ഇല്ല ഞാനില്ല, സത്യം. പിന്നെ മാറിക്കോളൂ, പുറത്തിറങ്ങി. നിങ്ങൾ തമ്മിലിപ്പം എത്ര 9 years പരിചയം ഉണ്ടല്ലോ, ചിലപ്പോ അത്രയും കംഫർട്ട് ആയതുകൊണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, നാജുവിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയായിരുന്നു? എനിക്ക് റിനുവിന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറയുന്നുണ്ടോ? റിനുവിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ആസ് എ പാർട്ട്ണർ എങ്ങനെയാണ്?
ഭയങ്കര കെയറിങ് ആണ്. പറഞ്ഞോന്നൊക്കെ. പിന്നെ ഏതൊരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന മാതിരിയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. പിന്നെ അതെല്ലാം അതൊക്കെ റീനന്റയിലുണ്ട്. എല്ലാം കൊണ്ട് മൊത്തത്തില് ഓക്കെയാണ്. അപ്പം നിങ്ങളുടെ പ്രപ്പോസൽ നമ്മളെല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടെ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരിട്ട് നമുക്ക് ലൈവായിട്ട് നമുക്കൊരു പ്രപ്പോസൽ കാണണമെന്നുണ്ട്. പ്രപ്പോസ് ചെയ്യല്ലോ. അപ്പൊ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്? എങ്ങനെയാണെങ്കിലും പ്രപ്പോസ് ചെയ്തോ. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, കല്യാണം കഴിക്കൂ. അങ്ങനെയല്ല, ഉള്ളീന്ന് വരട്ടെ. ഉള്ളിന്ന് വരണം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പറയാനുള്ള കാരണം ഇനി ഇട്ടച്ച് പോകരുത്, ഇനി ഇഷ്ടമല്ലെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ പേഴ്സണാലിറ്റി, പിന്നെ എൻ്റെ ഗ്ലാമർ, അതിൻ്റെ ഡ്രസ് സെൻസ്, അതിൻ്റെ ചിരി, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ പറഞ്ഞില്ല വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ആരും കെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കതിനെ കിട്ടില്ല. അപ്പോൾ ആദ്യം പറഞ്ഞതാ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടം. അടിപൊളിയായിട്ടുണ്ട്. ഇത് വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രപ്പോസൽ ആണോ? ഫ്രഷ് ആണ്. ഓക്കെ. അപ്പം നാജു ലൈഫിൽ വന്നതിന് ശേഷം സോറി രണ്ടും സ്പെല്ലിംഗ് ഒന്നായുണ്ട്. നാജു ലൈഫിൽ വന്നതിന് ശേഷം ലൈഫിൽ ഉണ്ടായ ഒരു ചേഞ്ച് എന്തായിരിക്കും? സാമ്പത്തിക പ്രതിസന്ധി ഞാൻ തരണം ചെയ്യാൻ തുടങ്ങി. അത് ഫസ്റ്റ്. പിന്നെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും 10 മിനിറ്റ് വിളിച്ചിരുന്നാല് അത് സോളാ. കാരണം ഞാൻ പറയുമ്പോൾ ഓൾ അതിന് വലുത് ഇങ്ങോട്ട് തിരിച്ചു പറയും. പിന്നെ പ്രശ്നം ഒന്നും അല്ലാതായി മാറും. പിന്നെ ഓളെ പ്രശ്നത്തിലേക്ക് ഞാൻ പോയിട്ട് പിന്നെ അത് തീർക്കാൻ ഞാൻ ഓടണം. അതിനെ കൊണ്ട് അങ്ങനത്തെ കുറച്ച് ടെൻഷനൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഇത് പല രീതിയിലുള്ളത്. അടിപിടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട്. പക്ഷെ അതിനൊക്കെ മാറ്റി 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 നല്ല സർക്കിളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ചെറിയ സർക്കിളുള്ളൂ. നമ്മളെ ഇൻഫ്ലുവൻസർ സർക്കിൾ തന്നെ കുറച്ചുണ്ട്. അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ച് ചെയ്യുന്നു ലൈഫിൽ. ഇപ്പൊ ഡ്രസ്സിംഗ് ആണെങ്കിലും സംസാരമാണെങ്കിലും എല്ലാം കൊണ്ടും ഇവിടെ വന്നതിന് ശേഷം ചേഞ്ച് ഉണ്ട്. എത്രത്തോളം സപ്പോർട്ടിംഗ് ആണ് ഓരോ കാര്യത്തിലും? ഒരു 75%. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ബാക്കി പറയാം. ഈ 75% എന്ന് പറയുമ്പോ ഇപ്പൊ ഇതിന് മുന്നേ വരെ ലേഡീസിന്റെ കൂടെ നമ്മൾ വിചാരിച്ചു ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുറച്ച് പൊസസീവ് ആയിട്ട് ഇപ്പൊ ആ ഒരു സപ്പോർട്ട് വെച്ച് ബാക്കി എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അന്ന് നിങ്ങൾ പോയി ഒരു ഷൂട്ട് ഉണ്ട്, അത് പോയി ഇടിക്കുക, അത് കഴിഞ്ഞിട്ട് മതി, ബാക്കി നമുക്ക് പണി നടക്കണ്ടേ അറിയാം. അങ്ങനത്തെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ലേഡീസ് വരുമ്പോ ബൈക്കിൽ ഇരുത്തരുത്. അതിൽ ആമിക്ക് മാത്രമേ, രാമി എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട്, ഇനി കണ്ടിട്ടുണ്ടാവും, ഒരു ഇൻഫ്ലുവൻസർ ആണ്, ആമി വ്ളോഗ്. ഓൾക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ ബാക്കിലിരിക്കാൻ വേണ്ടിട്ട്. ബാക്കി ആരും വിശ്വാസമില്ല. ഞാൻ ആദ്യം റിനുവിനെ കാണുന്നത് എനിക്ക് തോന്നുന്നു റാഷിദ് അലി വാവേന്റെ കല്യാണത്തിനാണ്. ഞാൻ നോക്കുമ്പോ ഇവിടെ ഒരാൾ ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കും. ഞാൻ എന്തോ ഇങ്ങനെ തിരിഞ്ഞപ്പോ ഉണ്ടല്ലോ കറക്റ്റ് എന്റെ പാത്രത്തിൽ നിന്ന് ചിക്കൻ എന്തോ എടുത്തോണ്ട് ഇവനാണെങ്കിൽ നോക്കുമ്പോ എന്നെ, കാരണം നമ്മള് പരിചയമില്ലല്ലോ. ചിക്കൻ പീസിൽ ഒരു പരിചയം വേണ്ടല്ലോ. ഞാൻ നോക്കുമ്പോ ഒരാൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ്. നല്ല ബ്രോസ്റ്റ്. അതെ, ബ്രോസ്റ്റ് ഇഷ്ടപ്പെട്ടു. അവിടെ വരെ പോയി എണീച്ച് പോയി എടുക്കുന്നതിന്റെ മടി കൊണ്ടല്ലേ. കുറച്ചു നേരത്ത് പറഞ്ഞില്ലേ വിയർപ്പിന് അസുഖം. മടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജോലി ഇല്ലാണ്ടാണ് ഫുഡ് കഴിക്കണം. അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഈ സെഗ്മെന്റിന്റെ പേരാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, അറിയായിരിക്കുമല്ലോ, രണ്ടുപേരും സെയിം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അറിയാം നിങ്ങൾക്ക് എത്രത്തോളം മനപ്പൊരുത്തം ഉണ്ടെന്ന്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിനുവിന്റെ ഫേവറേറ്റ് ഫുഡ്. ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ വലുതാക്കി എഴുതിക്കോട്ടാ. വലുതാക്കിയതല്ലേ? കഴിഞ്ഞ? ഓക്കെ, നോക്കട്ടെ എന്താ എഴുതിയേക്കണ രണ്ടുപേരും. സാമ്പാറും ചോറും. സാമ്പാറും ചോറും. ഓ, സാമ്പാർ ചോറ് അത്ര ഇഷ്ടമാണോ? സാമ്പാറും ചോറും, വേറെ ഒന്നും വേണ്ട? അതിലൊരു പപ്പടും കുറച്ച് അച്ചാറും മതി. വേറെ നോൺ ചിക്കൻ പൊരിച്ചത്, മീൻ പൊരിച്ചത് ഒന്നും വേണ്ട? എന്താണ് അത്? ഒരു പ്രത്യേക ടേസ്റ്റ് സാമ്പാറില്. ഈ കോഴിക്കോട് എവിടെ നല്ല സാമ്പാറും ചോറും കിട്ടും പറഞ്ഞു ഞാൻ വിളിച്ചാൽ. എവിടെയാ കോഴിക്കോട് നല്ല ബെസ്റ്റ് സാമ്പാറും ചോറും? സാമ്പാറും ചോറും ഇപ്പൊ പുതിയത് വന്ന് നമ്മുടെ പാസ്പോർട്ട് ഓഫ് സ്റ്റാമ്പിംഗ് ഇല്ലേ, വിസ സ്റ്റാമ്പിംഗ് ഉള്ള സൗദിന്റെ ഹൈലൈറ്റിന് തൊട്ടടുത്ത്, അതിന് തൊട്ടടുത്ത് ഒരു ചെറിയൊരു ഓല മേഞ്ഞതുണ്ട്. അവിടുത്തെ സാമ്പാർ ടേസ്റ്റ് എനിക്ക് കോഴിക്കോട് ഇപ്പൊ വേറെ എവിടെയും കിട്ടില്ല. ന്യൂ പുതിയത് വന്നതാ, കിട്ടില്ല. പിന്നെ നമ്മളെ ആര്യഭവൻ അങ്ങനത്തെ നോർമൽ, പക്ഷെ ഇവിടുത്തെ ടേസ്റ്റ് എനിക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ, കിട്ടില്ല. നോൺ വെജിനോടൊപ്പം വലിയ താല്പര്യം ഇല്ല, എന്നിട്ടാണ് ചിക്കൻ കട്ടെടുത്തത്, ബ്രോസ്റ്റ്. പക്ഷെ നേരെ മറിച്ച് എനിക്ക് ഇവള് വീട്ടിലുണ്ടാക്കി തരും. ഇത് തക്കാളി തളിച്ചത്,
ആ. പിന്നെ നമ്മൾ എരുന്തില്ല, എരുന്തറിയോ? ആ ഒരു മീനല്ലേ? അല്ല അല്ല, നമ്മൾ ഈ കല്ലുമ്മക്കായനെ പോലെ എരുന്ത് വേറെ എന്തോന്ന് പറയുന്നത്, കക്ക. കക്ക. അത് താളിച്ചത്, ഉം, പിന്നെ ചീര, അങ്ങനത്തെ ഒക്കെ ഉള്ളേ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടാണ്. അത് ഉമ്മി ഉണ്ടാക്കി തരും വീട്ടില്. പിന്നെ ചോറാണ് ഫേവറേറ്റ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് നജുവിന്റെ ഫേവറേറ്റ് ഫുഡ്. ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അറിയൂലേ? അയ്യോ എഴുതിയാ നോക്കട്ടെ. ബിരിയാണി. നോക്കട്ടെ, ബിരിയാണി. അതാണ് നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞത്. ശരിക്കും നിനക്ക് അറിയായിരുന്നില്ലേ? ഞാൻ വെറുതെ ഇട്ടതാ. ഏത് ബിരിയാണി ഇഷ്ടം? ചിക്കൻ. ചിക്കൻ ബിരിയാണി. ഓക്കെ ഓക്കെ. അടുത്തത് ഇവിടെ ഉമ്മ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. ഉണ്ടാക്കും. ഞാൻ അങ്ങോട്ട് കോഴിക്കോട് വരുമ്പോ വിളിക്കുന്നുണ്ട്, ഇവിടെ ഉമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി. ആണോ? ഇൻഷാല്ല ഇൻഷാല്ല. ഓക്കെ. അടുത്തത് നജുവിന് ഏത് കളർ ഡ്രസ് എടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം? ബ്ലാക്ക് എഴുതാൻ പറ്റില്ല. ബ്ലാക്ക് എല്ലാരും എഴുതണതാ. ബ്ലാക്ക് അല്ലാണ്ട് വേറെ ഏത് കളറ്? ഇവൾക്ക് അങ്ങനെ ഒന്നും ഇതുവരെ കേട്ടില്ല. എന്നാലും കളറല്ലേ? കളർ ഏത് കളറാണ് ഇഷ്ടം? ഓക്കെ എഴുതിയാ നോക്കട്ടെ. പിങ്ക്. ഇതെന്താണ്? ഓ ഇന്ന് പിങ്ക് പിങ്ക് ആണല്ലോ ഇട്ടേക്കുന്നേ. സത്യം പറയട്ടെ, ഇതേ ഗസ് ഇട്ടാ. ഗസ് ഇട്ടതാ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഗസ്സിൽ വരെ ഭയങ്കര മനപ്പൊരുത്തം. എനിക്ക് തോന്നുന്നു നിങ്ങള് കുറെ നാള് പരിചയം ഉണ്ടല്ലോ, അതെ, അതെ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ആയിരിക്കും, സത്യം ഗസ് ഇട്ടതാ. ഓക്കെ. അടുത്തത് റിനുവിന്റെ ഷൂ സൈസ്. എഴുതിയാ? നിനക്കറിയില്ലേ? അല്ല, പല ബ്രാൻഡ് ഇപ്പൊ ലാസ്റ്റ് അതാ എഴുതി. എഴുതിയാ? ആ നോക്കട്ടെ. 38 8 9. 38 8 9 ഒന്നാ? അല്ലല്ല, 8 or 9. അത് പറ്റൂല. 8 അല്ലെങ്കിൽ 9 എഴുതണം. 38 എന്ന് പറയുമ്പോ 8 സൈസ് അല്ലേ? ആണോ? ആ, പിന്നെ 40 42 44 ചെറിയ സൈസ്. ചേട്ടാ ഒന്ന് നോക്കിയേ, ഇന്നറിയണം. ഇതുവരെ ഇവർക്ക് 3ലും 3 കറക്റ്റ് ആണ്. ഇതിൽ ലാസ്റ്റ് വാങ്ങിയത് 8 വാങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ സ്റ്റുഡിയോ 9 വാങ്ങിയിട്ടുണ്ട്. ഒരു ബ്രാൻഡിനനുസരിച്ച് മാറുന്നുണ്ട്. മാറ്. എടുത്ത് അതാണല്ലേ. 8 ആണോ? ഓ എന്നാലും നീ 8 9 ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ലാസ്റ്റ് വാങ്ങിയത്, അത് ഇവിടെ തന്നെ വാങ്ങിയത്. ആണോ? ഓക്കെ ഓക്കെ. ഇനി അടുത്തത് വഴക്കിട്ടാൽ ആരാണ് ആദ്യം സോറി പറയാ? ഓക്കെ. നോക്കട്ടെ. മീ റിനു. റിനു ആണ് സോറി പറയാ. പിന്നെ ആ അടി ഫുൾ അടി ഉണ്ടാക്കി ലാസ്റ്റ് ഞാൻ തന്നെ പോയിട്ട് സോറി. സോറി പറയും. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കണത് എന്തിന്റെ പേരിലാണ്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണമല്ല, ചുമ്മാ വെറുതെ ചുമ്മാ ദേഷ്യം പിടിച്ചാ കിട്ടൂല. പിന്നെ ആളെന്നെ പിന്നെ ചെറുത് കിട്ടി, പിന്നെ ഇങ്ങനെ കേറിയിട്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ തന്നെ സോൾവ് സോൾവ് ചെയ്യും. എന്നാലും ഏകദേശം വഴക്കുണ്ടാക്കി എത്ര നേരത്തിൽ സോൾവ് ആവും? ഏറ്റവും ടോപ്പ് ഒരു ദിവസം വരെ നീണ്ടിട്ടുണ്ട്. ഒരു ദിവസോ? ആണോ? അത്ര നിന്നിട്ടുള്ളൂ. അടിപൊളി. ഓക്കെ. അടുത്തത് റിനുവിന് ഇഷ്ടമല്ലാത്ത ഫുഡ്. ഞാൻ കുടുങ്ങി. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. ഇഷ്ടമില്ലാത്ത വിഭവല്ലേ? ഫുഡ് എന്തെങ്കിലും നോക്കട്ടെ. ഫിഷ്. ഫിഷ് ഇഷ്ടമല്ല. നോക്കട്ടെ. തെറ്റി. മന്തി. മന്തി ഇഷ്ടമല്ല. മന്തി ഇഷ്ടമല്ലാത്ത മനുഷ്യന്മാരോ? അത്ര വലിയൊരു കഴിക്കും ചേട്ടാ ഇടുക്കി. ഈ ചേട്ടൻ മന്തിയുടെ ഭയങ്കര ഫാനാ. അല്ല, ഫുഡ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാ ഞാൻ ചോദിച്ചത്. ഫിഷ് ഇഷ്ടമല്ല. ഫിഷ് ഇഷ്ടമല്ല. ഒട്ടും ഇഷ്ടമല്ല. ഓക്കെ. ഒട്ടും ഇഷ്ടത്തെ ഫിഷ് ഏതാ? എന്റെ ഉമ്മ മത്തി മുറിക്കുക ക്ലീൻ ചെയ്യൊക്കെ പുറത്തു പോകും, ഞാൻ ഛർദിക്കും. എനിക്ക് മത്തി ഇഷ്ടമല്ല. പിന്നെ വലിയ മീനല്ലേ, വലിയ ആ മീൻ കഴിക്കും. റിച്ച് ഫുഡ് അങ്ങനെയല്ല, അതൊക്കെ കഴിക്കും. കല്ലുമ്മക്കായില്ലേ, കടുക്ക, അത് കഴിക്കും. അത് കഴിക്കും. പിന്നെ ചെമ്മീനും, പിന്നെ കക്ക. കക്ക കഴിക്കൂലേ? ഈ 3 സാധനല്ലേ, വേറെ ഒന്നും. മത്തിയനമ്മ പുറത്തു പോയി ക്ലീൻ ചെയ്യും. ഇപ്പൊ കരിമീനൊന്നും ഇഷ്ടമല്ല. സമ്മതിക്കണം. കഴിക്കൂലേ? കഴിക്കും. ഓക്കെ. അടുത്തത് റിനു വാങ്ങി തന്ന ഫസ്റ്റ് ഗിഫ്റ്റ്. മറന്നു എന്നൊന്നും പറയണ്ട. എഴുതിയാ? നോക്കാൻ പറ്റില്ല. എഴുതിയാ? നോക്കട്ടെ. ഷൂസ്. ഡ്രസ്. തെറ്റി. ഷൂ ആയിരുന്നോ? റിലേഷനിലായതിനു ശേഷമാണ് അത് ഫസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഫസ്റ്റ് ഷൂ ആണ്. റിലേഷനിൽ ഞാൻ ചുരിദാർ വാങ്ങിക്കൊടുത്തത്. ഫസ്റ്റ് വാങ്ങിക്കൊടുത്തത് ഷൂ ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. തെറ്റിയല്ലോ. സമാധാനം. നിങ്ങൾ ആദ്യമായിട്ട് പോയ ട്രിപ്പ്
ഏത് സ്ഥലത്താ പോയെ? കല്യാണത്തിന് മുന്നേ ഹറാം. ഓ ആ. ഹറാം ട്രിപ്പായിട്ട് എവിടെയും പോയില്ല. എവിടെയും പോയിട്ടില്ല. അല്ല അന്ന് കല്യാണത്തിന് ശേഷം വേണ്ട, മറ്റേ കമ്മിറ്റഡ് ആയതിനു ശേഷം പോയിട്ടില്ല. കോഴിക്കോട് മാത്രമേ പോയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് കണ്ട ഡേറ്റ്, ഫസ്റ്റ് കണ്ടത്? ഇത് തിരിച്ചു പോകുമ്പോൾ ഇനി അടി. ഡേറ്റ് ഇയർ കിട്ടണ്ടല്ലോ. അയ്യോ എഴുതിക്കോ, എല്ലാവരും ഊഹമല്ലേ എന്നൊക്കെ ഇയർ ഓർമ്മയില്ല. ഓർമ്മയില്ല. എഴുതിയാ 2/2/201 സോറി, ഫെബ്രുവരി 2. ഓക്കെ, അന്നാണ് നിങ്ങൾ ഫസ്റ്റ് പരിചയപ്പെടുന്നതും കാണുന്നതൊക്കെ അല്ലേ? ഇത്ര ഓർമ്മയുണ്ടോ? ഓക്കെ, അടുത്തത് പ്രപ്പോസ് ചെയ്ത ഡേറ്റ്. അത് ഒട്ടും ഓർമ്മയില്ല. അതല്ലേ ഓർത്തിരിക്കണ്ടേ? അന്ന് കോൾ ചെയ്ത ഡേറ്റ് ഓർമ്മയില്ല? പക്ഷെ ആ ഡേറ്റ് ഓർക്കാണ്ട് ഈ ഡേറ്റ് ഓർത്തിരിക്കാൻ കാരണം എന്താ? ഫസ്റ്റ് കണ്ട ഡേറ്റ് ഞങ്ങൾ അന്നേ ഓർത്തു. ബെസ്റ്റ് ഫ്രണ്ട് ആകുന്ന സമയത്ത് ആ 2-ാം തീയതി കാണണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ തമാശക്ക് കച്ചറ കൂടുമ്പോഴും പറയും. പക്ഷെ ആ പ്രപ്പോസ് ചെയ്ത ഡേറ്റ് ഓർമ്മയില്ല. പക്ഷെ ഒന്നാമത് റീൽസ് എപ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ആ മൈൻഡിൽ അങ്ങനെ വെച്ച് ആ ഡേറ്റ് ആ വീഡിയോ ഒക്കെ ആക്കിയിട്ട് മൈൻഡ് കൊടുത്തു. അതാണ് സത്യം പറഞ്ഞ. ഓക്കെ, അടുത്തത് ഫസ്റ്റ് അടി ഉണ്ടാക്കിയത്. ഡേറ്റ് അല്ല, ഫസ്റ്റ് അടി ഉണ്ടാക്കിയത് എന്തിന്റെ പേരിലാണ്? അറിയില്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അല്ല എന്നാലും എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ. അതുണ്ടാവും, കൂടുതലും മനുഷ്യനെ കുഴപ്പിക്കാനായിട്ട് ഓരോ ചോദ്യങ്ങളും കൊണ്ട് വന്നേക്കാം. ഇതാ അവിടെ നോക്കി. എനിക്കൊന്നും പെട്ടെന്ന് കിട്ടുന്നില്ല. ഡ്രസ്സിന്റെ പേരിൽ എന്ത് വഴക്കുണ്ടാക്കി? ചെറുതായിട്ട്. എന്താ എനിക്ക് മനസ്സിലായില്ല. നമ്മളെ കൂടുതൽ ഒരു നല്ല ഡ്രസ്സ് ഇടുന്നല്ലേ. അപ്പൊ ഇവള് എന്തെങ്കിലും പോയിന്റ് ഡ്രസ്സ് ഇട്ടിട്ട് അപ്പൊ ലാസ്റ്റ് അടി ഇത് നല്ല ഡ്രസ്സ് ഇട്ട് ഇന്റെ ബൈക്കുമ്പോ കയറണ്ടാറ്. ഫ്രണ്ട്സ് ആകുമ്പോഴോ, ഐ മീൻ നല്ല ഫ്രണ്ട് ആകുമ്പോ. കാരണം എന്റെ കൂടെ നടക്കും എന്റെ ഫ്രണ്ട് എപ്പോഴും അടിപൊളിയാണെന്നില്ല അങ്ങനെ ആഗ്രഹിക്കുക. ലാസ്റ്റ് എസ് എം പോയി ഡ്രസ്സ് വാങ്ങും, ഒരു കമ്പനി നഷ്ടമാവും. ഞാൻ ഇവിടെ പൈസ കൊടുക്കും, എന്നിട്ട് അതിട്ട് പിറ്റേന്ന് ഇട്ട് വരും. അപ്പൊ ഓക്കെ, ഡ്രസ്സിന് 99% അടി ഉണ്ടാക്കാം. ഓക്കെ, അടുത്തത് റിനു ആദ്യമായി പറഞ്ഞ ഒരു പിക്കപ്പ് ലൈൻ. പിക്കപ്പ് ലൈൻ ഒക്കെ പറയാറുണ്ട് റിനു? സത്യം പറ, എന്തിനെ കണ്ടിട്ട് അങ്ങനത്തെ ഒരാളായിട്ട് എനിക്ക് തോന്നണില്ല. പറയാണ്ടിരിക്കാൻ വഴിയില്ല. എന്നാലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവല്ലോ. ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്തോ ആലോചിക്കണ്ട. അപ്പൊ ഉണ്ട് ഇല്ല? അന്ന് ഇപ്പൊ ഒരു പിക്കപ്പ് ലൈൻ പറയും. ഇല്ല ഇല്ല, നജു പറ കേക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും പറഞ്ഞോ. അതന്നെ പറഞ്ഞോ, ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യണ്ട. എന്തെങ്കിലും പറഞ്ഞു ഹെൽപ്പ് ചിലപ്പോ അറിയാത്തോണ്ടാണോ? അല്ല, പിക്കപ്പ് ലൈൻ എന്താന്ന് മനസ്സിലാവുന്നോ? കൊഴപ്പില്ല, എന്തെങ്കിലൊക്കെ പറഞ്ഞോ. നജി പറഞ്ഞിട്ട് റിനു പറയും. ഇല്ല പറ ടെൻഷൻ എന്തോ. അന്ന് ആദ്യം റിനു പറ. ഇവള് പറയാതെ ഞാൻ നിൽക്കൂല. റിനു പറ, അത് കഴിയുമ്പോ പിന്നെ നജി പറയും. അപ്പൊ കേൾക്കുമ്പോ ഒരു ഇതാവൂലോ. ഗൂഗിളിനോട് ചോദിക്കണോ? ഇല്ല, ആൾക്കറിയാം, പക്ഷെ പറയാൻ നാണാണ്. ആദ്യം റിനു പറയുമ്പോ പിന്നെ ശരിയായിക്കോളും. സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ. പണ്ട് ഓട്ടോഗ്രാഫ് അതിൽ ഏതെങ്കിലും ഡയലോഗ് ഓർത്താ മതി. MA പഠിച്ചാലും മതി. അങ്ങനല്ല അതെ, വിട്ടത് കിട്ടുന്നില്ല. പയ്യെ പറഞ്ഞാ മതി. ഓക്കെ, സാധനം പറഞ്ഞ മീൻ തിന്നാ മുള്ളു ബാക്കി, ഇറച്ചി തിന്ന എല്ല് ബാക്കി, നീ പോയ ഞാൻ ബാക്കി. എന്റെ പൊന്നോ, ഇതൊക്കെ എവിടെന്ന് കിട്ടുന്നതൊക്കെ? ഫ്രണ്ട്സിന്റെ അടുത്ത് കിട്ടുന്ന നല്ല സർക്കിൾ ഉണ്ട്. ഇനി നാച്ചു പറ, ഒരു മോട്ടിവേഷൻ ആയില്ലേ പറയാൻ.
ഈസ്റ്റ് ഓർ വെസ്റ്റ്, യു ആർ ദ ബെസ്റ്റ്. ഓർമ്മയുടെ കടലോരത്ത് ഓളം തുള്ളുന്ന തീരത്ത് ഓർമ്മയ്ക്ക് സ്ഥാനമുണ്ടെങ്കിൽ അതിന്റെ റിനു മാത്രം. ഞാൻ പറഞ്ഞില്ലേ പ്രഷർ ചെയ്തൊരു കാര്യം ഉണ്ടായി. ഇതൊക്കെ എവിടുന്ന് 10ാം ക്ലാസ് പഠിച്ച് ഇത് എവിടുന്ന് ആദ്യമായിട്ടുള്ള ഒരു പിക്കപ്പ് ലൈൻ കേൾക്കുന്നേ. സൂപ്പർ. ഓക്കെ, നജു ആദ്യമായിട്ട് ഉണ്ടാക്കി തന്ന ഡിഷ്, കല്യാണത്തിന് ശേഷം ആദ്യമായിട്ട് കുക്ക് ചെയ്ത് തന്നെ. ഓൾ അടുക്കള കയറിയില്ല, കേറില്ല. അതാ അമ്മായിമ്മ ഉണ്ടാക്കുള്ളൂ. കേറില്ല. ഇതുവരെ കേറില്ല. എന്നാലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി തന്നിട്ടുണ്ടാവുമല്ലോ, വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊണ്ടുതരാം. അങ്ങനെയൊന്നും ചെയ്തില്ല. അമ്മ ഉണ്ടാക്കിയത് പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. കല്ലുമ്മക്കായി പൊരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊരിച്ചത് വരെ പാലുണ്ടാക്കി അമ്മ ഉണ്ടാക്കിയ ഇതുവരെ ഉണ്ടാക്കി തന്നില്ല. ഉണ്ടാക്കി തന്നിട്ടില്ല. ടൈം ഉണ്ടല്ലോ എനിക്ക്. ഓക്കെ, നിങ്ങൾ ആരാണ് കൂടുതൽ പോസസീവ്? നോക്കട്ടെ. നെജു. റിനു പറയുന്നു റിനു ആണ്. ശരിക്കും ആരാ നിങ്ങൾ? രണ്ടുപേരും നല്ല പോസിറ്റീവ് ആണ്. നീ പോസിറ്റീവ് ആണ്. നിന്നെ കണ്ടിട്ടൊരു പോസിറ്റീവിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ. ഇഷ്ടം കൂടി കഴിഞ്ഞ പരിപാടി ആണോ? താനേ വരുന്നതാ. ഇഷ്ടം കൂടി താനേ വരുന്നു. ഈ പേടിയാ. ഐ മീൻ ഇനിയിപ്പോ ഇന്നങ്ങാടി ഗ്ലാമറിനടുത്ത് പോവോ? ഐ മീൻ നോർമലി അത് ഏതൊരാളും ചിന്തിക്കും. ഇഷ്ടം കൂടി കഴിഞ്ഞുള്ള ഒരു പ്രാന്തിന്റെ ഒരു അവസ്ഥ വരാണ്ട്. ആ സിറ്റുവേഷനിൽ ഞാൻ വളയിട്ട് അപ്പൊ നമുക്ക് പേടിയാവും. അപ്പൊ വരുന്നതാണ് ഈ പൊസസീവ് ഒക്കെ. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ആയോടെ വേറെ ഫ്രണ്ടിന്റെ ഇവിടെ ആവൊക്കെ വന്നിട്ട് വിളി. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പൊസസീവ് താനേ വരും. അപ്പൊ പെട്ടെന്ന് കല്യാണം കഴിച്ചേക്ക ഇനി ലാഗ് ആക്കണ്ടെന്ന് തോന്നിയത് എന്തുകൊണ്ടാ? വീട്ടുകാർ പ്രഷർ ചെയ്തോണ്ട്. നിങ്ങളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ട ആൾക്കാർ അതൊന്നും പറയുന്നത്. നിങ്ങളൊന്നും പെട്ടെന്ന് നിക്കാങ്കിലും കഴിക്കാറ്. അങ്ങനെ എത്ര പെട്ടെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ മഞ്ഞപ്പിത്തം ഐ മീൻ പനിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പോഴാണ് എന്റെ വീട്ടുകാർ നിശ്ചയിക്കാൻ പോണത്. തിരിച്ചു വരുമ്പോൾ 7 ദിവസം കൊണ്ട് നിൽക്കാറ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരെ വിളിക്കാൻ പറ്റില്ല. ഐ മീൻ കല്യാണം അല്ല, നിക്കാഹ് കഴിഞ്ഞിട്ട് അധികം ആൾക്കാരെ വിളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവരൊക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ കല്യാണം വിളിക്കും. കല്യാണം നമ്മൾ കത്തിക്കും. നിക്കാല്ലേ അതെന്ത് ചെറിയ പരിപാടി. കല്യാണം നമ്മൾ ഉഷാറാക്കി വരുമ്പോൾ ഇത് ഒക്കെ തരും. ഓ അടിപൊളി. ഓക്കെ, അടുത്തത് ആരാണ് കൂടുതൽ കെയറിങ്? റിനു ആണ്. റിനു ഭയങ്കര കെയറിങ് ആണ്. ഏട്ടായിയാണ്. ഓക്കെ ഓക്കെ, ആർക്കാണ് ദേഷ്യം കൂടുതൽ? റിനു. ദേഷ്യപ്പെടും. ദേഷ്യം കൂടുതലൊക്കെ തന്നെ. ആണോ? ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ചത് എപ്പോഴാ? ഇവളോടാണോ പുറത്താണോ? രണ്ടുപേരടുത്തും പറഞ്ഞോളി. പുറത്താണെന്നുണ്ടെങ്കിൽ ചെങ്ങായിമാരെ തല്ലുന്നുണ്ട്. എസ്ഐയും സിയും ഫ്രോക്ക് എസ്ഐ. അപ്പൊ ഞാൻ കയറി തല്ലി. എസ്ഐന്റെ കയ്യും സിയെ തല്ലി ഞാൻ പൊട്ടിച്ചു. എന്നിട്ട് അങ്ങനെ ഞാൻ ഒളിവ് പോയി. എന്തിനാ? എന്റെ ചെങ്ങായിമാരെ തല്ലി കണ്ടെടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ശരിക്കും ചെങ്ങായിമാർക്ക് എന്താ പറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആണെങ്കിലും ഇവരെ വീട്ടിൽ ഇഷ്യൂ ആണെങ്കിലും പുറത്ത് അടിപൊളിയാണെങ്കിലും എനിക്ക്. പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് മാറിയിട്ട് അവള് വന്നതിന്റെ ശേഷം. ആ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവന്റെ ഫോൺ വിറ്റിട്ടാണെങ്കിൽ ശരി നമ്മൾ കൂടെ നിൽക്കും. പക്ഷെ ചാമ്പലും കിട്ടീന്. ബിസിനസ്സിലാണെങ്കിലും ആ ട്രസ്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. ലാസ്റ്റ് എന്താ പറയുക, ബിസിനസ് ഇവൻ ഒരു സ്റ്റേജിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇനി ഞാൻ ഫുള്ളായിട്ട് പറയണില്ല, ഇവർക്കൊന്നും പറഞ്ഞിരിക്കണ്ട. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ. ചതിച്ചിട്ടുണ്ട് നല്ല വൃത്തിക്ക്. 1 വർഷത്തോളം ഇതിൽ നിന്ന് ഒരു ഇൻകം കിട്ടാതെ കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ പട്ടി നയിക്കുന്ന പോലെ നയിച്ച് നമ്മൾ പിന്നീടാണല്ലോ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പിൽ ഒന്നും കിട്ടില്ലല്ലോ. ഹാർഡ് വർക്ക് ചെയ്താൽ പിന്നീട് നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ. പക്ഷെ വീണ്ടും ഞാൻ ഓൾറെഡി ഒരു വെറുതെ ഇരിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെടും. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ രക്ഷപ്പെടും എന്നുള്ളത്. ഇപ്പൊ ഇന്നൊക്കെ കുറെ മാറി. അതാണ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയ ദേഷ്യം പിടിച്ച സിറ്റുവേഷൻ. നജുനോട് എപ്പോഴാ ദേഷ്യപ്പെട്ടേക്കണേ? ഡ്രസ്സിന്റെ കാര്യത്തിലാണ്. അത് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. നജു ദേഷ്യപ്പെടാറുണ്ടോ? എപ്പോഴാ ദേഷ്യപ്പെടല്ലേ? ചിലപ്പോ ഫോൺ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോ ബിസി ആയിരിക്കും. അപ്പൊ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ചിലപ്പോ ദേഷ്യം പിടിക്കും. അല്ലാണ്ട് പുറത്തങ്ങനെ ദേഷ്യം പിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞു.
അപ്പം ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നിങ്ങള് എവിടെയൊക്കെ പോയി? വിരുന്നൊക്കെ എവിടം വരെ ആയി? ഞങ്ങൾ വിരുന്ന് എവിടെയും പോയില്ല. പോയില്ല. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും, നോർമലി ഇറങ്ങുന്ന പോലെ തന്നെ. വിരുന്ന് അങ്ങോട്ട് പോയില്ല. പിന്നെ അവർക്ക് ജോലിയുണ്ട്, ലീവും കിട്ടിയില്ല. എന്താ ചെയ്യുന്നത്? മെഡിക്കൽ ഫീൽഡ്. ഓ, മെഡിസിന്റെ ഹോൾസെയിൽ. വലിയ ബുദ്ധിയുള്ള ആളാ. ഇടയ്ക്ക് ഡോക്ടർ ആവും. ആണോ? ആ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തലവേദന വന്നാ ഈ ടാബ്ലറ്റ് കുടിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ഈ ഡോക്ടർ ആവില്ലേ. ഉപയോഗിക്കലത് മരുന്നൊന്നും കഴിക്കൂല? ഒരു ടാബോ ഒരു എന്താ ഇഷ്ടല്ലേ? പനി വന്ന് എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ മാത്രം ഞാൻ അതിലേക്ക് കിടക്കുള്ളൂ. പ്രത്യേക തരം ജീവിതം. അതെന്താ പറയുക, ഭയങ്കര ഇറിറ്റേഷൻ. മീനിന്റെ പോലെ തന്നെ എനിക്ക് ടാബ്ലറ്റ് അങ്ങനെ വലിയൊരു ചുമക്കുള്ള ഒരു മരുന്ന് പെപ്പർ, അത് മാത്രല്ലാണ്ട് വേറെ ഒരു ടാബ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ചാനലുകൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പുറകെ നടക്കണ്ടാവുമല്ലോ. ആടാ, സംഭവമായിട്ട് പറയല്ലോ. കാരണം ഇത് ഞങ്ങള് പ്രതീക്ഷിക്കാതെ വന്ന എന്താ പറയാ ഒരു മുഹൂർത്തല്ലേ ഇതൊക്കെ, ഈ ഇന്റർവ്യൂ അടക്കം. അപ്പോ ഇന്ന് ഇതടക്കം ഏഴണം. പക്ഷെ എനിക്കെന്താ അറിയില്ല, ആര് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ക്വസ്റ്റ് തരാനായി. ഒന്ന് എൻ്റെ നല്ലൊരു ഫാനാണ്, രണ്ടാൻ്റെ ഇന്റർവ്യൂ എല്ലാം ഞാൻ കാണല്. അപ്പൊ എനിക്ക് തോന്നി, ഐ മീൻ വേറെ ആരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ അല്ലെങ്കിൽ ഇൻവേർട്ടറാ, അത് എൻ്റെ അടുത്ത് വന്ന് ഒന്നും കൂടി കമ്പനി ആയിട്ട് സംസാരിക്കും എന്നുള്ള തോന്നൽ എനിക്ക് കിട്ടിയോണ്ട് പക്ഷെ എൻ്റെ അടുത്തേക്ക് വന്നത്. താങ്ക് യു. ഓക്കെ, അപ്പം നിങ്ങളുടെ കല്യാണത്തിന് ലൈക് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടതൊക്കെ ആരാണ്? ആശാൻ, ഫുൾ ആശാൻ. ഡ്രസ്സിന്റെ കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് രാമി, ഒരു സൈഡിൽ ഏഷിക്കും. ഇത് രണ്ടും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അവൾക്ക് അറിയുന്ന. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉത്തരവാദിത്വം കൂടിയോണ്ട് ഞാൻ വേറെ വല്ല സ്ഥലത്തായിരിക്കും. അപ്പൊ ഇവരെന്തായാലും വിളിക്കും, ഡ്രസ്സ് എടുത്തില്ല, പുയ്യാപ്പകളുടെ ഞങ്ങൾ ഓനൊന്ന് കൊണ്ടോ, എനിക്കുള്ള ഡ്രസ്സ് എടുത്തില്ല, ചെരുപ്പ്, അത് ഇതൊക്കെ ഓരോന്നിനെ വിളിച്ചു പറയും. പിന്നെ ഓൾക്കുള്ള ചില്ലറ സാധനമൊക്കെ ഞാൻ തന്നെ വിടണ്ടേ. അപ്പൊ എനിക്ക് 3 താത്താറുണ്ട്, ഓരോരോ സൈഡിലേക്ക് പോയി. ഏത് ദിവസം ഓൾക്ക് ഓരോ ഡ്രസ്സ് തന്നെ എടുക്കണം. ലേഡീസ് ഡ്രസ്സ് എടുക്കുന്ന അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ഓടണം. അപ്പൊ ഇവളിങ്ങനെ ആമിനെ വിളിക്കും, അത് എടുത്തില്ല എന്നിട്ട് ആമി ആഷിക്കിനെ വിളിക്കും, എന്നിട്ട് ഇവരിങ്ങനെ കൊണ്ടുപോകും. എല്ലാ കാര്യത്തിനും ഓടി പിടിച്ച് ഒക്കെ സെറ്റ് ആക്കിയത് ഇവളാ. എഫേർട്ട് ഒരു 99% ഇവൾക്ക്. മഹർ ഞാൻ കൈ കൊടുത്ത് മാത്രം ഞാൻ, ബാക്കി എല്ലാം ചെയ്തത് ബാക്കി എല്ലാം അവള്. അപ്പം നമുക്ക് കല്യാണത്തിന്റെ മാലെടുത്ത് പുറത്തേക്ക്. ഓക്കെ, അപ്പൊ കല്യാണത്തിന്റെ സമയമൊക്കെ എടുക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ഇങ്ങനെ കൂടുമായിരിക്കുമല്ലോ. അപ്പൊ ടെൻഷനൊക്കെ കൂടുമ്പോ ഏറ്റവും കൂടുതൽ വിളിച്ച് ഇങ്ങനെ ഇത് പറയുന്ന ഫ്രണ്ട് ആരാണ്? ആമി ആഷിക്കും, റിനുന്റെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവള് ചോദിച്ചാരാ? നജുന്റെ ആരാ? ഓ, എല്ലാം അന്ന് തുടങ്ങിയ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പൊ വരെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഒരു ബോയ് ആയിട്ട് ജെന്നായിട്ട് ഒറ്റ ഫ്രണ്ട് ജെൻസ് ആയിട്ട്. ഓ, അടിപൊളി അടിപൊളി. അപ്പൊ അന്ന് പ്രപ്പോസ് ചെയ്യാൻ സമയല്ലേ? അപ്പൊ ഇനിയിപ്പോ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോയി പോവോ അങ്ങനത്തെ എന്തെങ്കിലും? ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അങ്ങനെ മനസ്സിൽ ഐ മീൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഈ ഒന്ന് ചിലക്കാണ്ട് വെച്ച് പോയാൽ ഇവിടെ വേറെ പണി ഉണ്ടാകും മാഞ്ഞാലത്തിനൊക്കെ. ഐ മീൻ നീ എന്തെങ്കിലും ചെറിയൊരു തമാശക്കുള്ളൊരു തെറി നമ്മളെ ശൈലിയിൽ അത് പോകുമ്പോ ഇന്ത അവിടുന്ന് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ പ്രതീക്ഷിച്ച് കുട്ടീനെ കിട്ടി. ഓക്കെ, അന്നിപ്പോ നജു നോ പറയുമായിരുന്നെങ്കിൽ എന്തായനെ? സാധാ പോലെ ഈ എവിടെ ഉള്ള ഞാൻ ഓഫീസിൽ ഞാൻ ആക്കി തരാം, ആക്കി ചായ ആയി തരും. എന്നിട്ട് വേറെ ആരെങ്കിലും എണ്ണ അടിച്ച് ബൈക്ക് എടുത്ത് പോയിട്ട് ഓളവൊക്കെ ചായയും കുടിച്ചിട്ട് റിനുവിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? ബിസിനസ്. അതിന് ബിസിനസ് അല്ല, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം, ഒരാളെ കീഴില്. ഇപ്പൊ ഷോപ്പ് നിൽക്കുകയാണെങ്കിൽ മുതലാളി ഉണ്ടാവും, ഒരാളിനെ ഭരിക്കാൻ വരരുത്. ഇഷ്ടല്ല. നജുന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? എല്ലാം ഇവിടെ തന്നെ എന്തെങ്കിലും അർപ്പിക്കുന്നു. എന്നാലും എന്റെ ലൈഫിൽ റീനു ഉള്ള എന്നാണ് മെയിൻ ആയിട്ടുള്ളത്. ഓ, അടിപൊളി. സത്യം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി കല്യാണം എന്താണ്? കല്യാണം അനിയന്റെ കൂടെ. അനിയൻ എനിക്കൊരു ട്വിൻ ബ്രദർ ഉണ്ട്. പക്ഷെ കണ്ട രാവും പകൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ട്വിൻ ബ്രദർ ആണുള്ളൂ. ഓൻ മെല്ലിച്ചിട്ട് മീശൊക്കെ കട്ടി മീശൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ലുക്കില്. ഓന്റെ കല്യാണം എന്റെ കല്യാണം ഒരുമിച്ചൊക്കെ അയച്ചു. ഇവരെ പ്രഷർ കൊണ്ട് ഞാൻ നിക്കാഹ് അയച്ചു. ഓക്കെ, അപ്പൊ നിക്കാഹ് വിളിച്ചില്ല, കല്യാണമെങ്കിലും വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എല്ലാരോടും പറഞ്ഞ വരി കല്യാണം നമ്മള് കത്തിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.